ഈ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പോകുന്ന അവിടെ നിന്നോട് കൂടിയാണ് 50% ബിസിനസ്സും പൂട്ടി പോകുന്നത്. എൻ്റെ ഒരു വ്യൂ അതാണ്. ബാക്കി 50% ഉള്ളൂ ഈ വെബ്സൈറ്റ് ഉണ്ടാക്കിയതിന് ശേഷം പൂട്ടി പോകുന്നുള്ളൂ. പൂട്ടണതിൽ കേട്ടോ, നേരത്തെ പൂട്ടുന്നത് മുഴുവൻ ഈ വെബ്സൈറ്റ് ഉണ്ടാക്കിയതിനോട് തന്നെ പൂട്ടി പോകും, നടക്കൂല. അതാണ് സ്ഥിതി. അപ്പോൾ ഞാൻ ഇതേമാതിരി ആദ്യം വെബ്സൈറ്റ് ഉണ്ടാക്കി 7 വർഷം മുന്നേ 8 വർഷം മുന്നേ. അത് ബേസിക്കായി നമ്മൾ പഠിച്ചു വരികയാണ്. ഇനിഷ്യൽ വർക്ക് എക്സ്പീരിയൻസും ഇല്ല, ബിസിനസ് എക്സ്പീരിയൻസും ഇല്ല. 0 എന്ന് തുടങ്ങുമ്പോൾ അത് വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ അതെന്താ വർക്ക് ചെയ്യണം എങ്ങനെയൊന്നും അറിയില്ല. അതോടെ ഉണ്ടാക്കിച്ചു. വേറെ വെബ്സൈറ്റിൻ്റെ ഫ്രണ്ട് ഉണ്ട് നമ്മുടെ കൂടെ പഠിച്ച, അവരോട് ഉണ്ടാക്കിച്ചു. അവന് കുറച്ച് കോസ്റ്റ് ഒക്കെ പറഞ്ഞ് വെബ്സൈറ്റ് ഉണ്ടാക്കി. അന്നൊന്നും നെക്സ്റ്റ് ലെവലിലേക്ക് ചിന്തിക്കുന്നില്ല. മൂന്നാമത് ഇവരെ കാണുന്നതിൻ്റെ മുന്നത്തെ ഒരു വർഷം ഇവിടെ ദുബായിലൊരു എക്സ്പാൻഷൻ പ്ലാനായിട്ട് അവരെന്നെ കണക്ട് ചെയ്തു. ഇങ്ങനെ ഒരാളുണ്ട്, അവർ മീറ്റ് ചെയ്യാനൊക്കെ വന്നു, സംസാരിച്ച് ആയിക്കോട്ടെ ഞാൻ ഏതായാലും ഞാനിപ്പോൾ തുടങ്ങുമ്പോൾ എന്തായാലും നിങ്ങൾ അറിയിക്കാറിന് അതങ്ങനെ ഓർഡർ ചെയ്ത് വെച്ചു. അപ്പോഴാണ് ഇവരെ നമ്മൾ ജമാൻ സാറിനെ കണ്ട് ഇവിടെ വന്നത്, ഇവരെ കാണുന്നതും. അപ്പോൾ സംസാരിച്ചപ്പോൾ ഓക്കെ, നമ്മളൊരു ആൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവില്ല ഇതെന്താണ് ഇതെന്ന് പറഞ്ഞാൽ നടക്കും. കോസ്റ്റൊന്നും ഞാൻ അവരോട് ചോദിച്ചില്ല, ആശയം പറഞ്ഞു കൊടുത്തു. അവർ പറഞ്ഞു തുടക്കത്തിൽ അവർക്കും പാളിയിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇപ്പം നല്ല കറക്റ്റായിട്ട് നമ്മൾ ഇത് പറഞ്ഞ മാതിരി സിനർജിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, വളരെ പെർഫെക്റ്റായി റൺ ചെയ്യുന്നുണ്ട്. അവരെ സപ്പോർട്ട് നേരത്തെ അവർക്കും ഈ ഞാൻ ചെയ്യുന്ന അതേ ഫീൽഡാണ് അവർ സ്റ്റാർട്ട് ചെയ്ത് പൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അതെല്ലാം നോക്കുമ്പോൾ ഒരുപാട് ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ചെയ്യുന്ന സപ്പോർട്ട് ആൻഡ് സർവീസ് വളരെയധികം എന്താ പറയുക, നന്ദി രേഖപ്പെടുത്തുന്ന ടീമിന് മൊത്തത്തിന്. സ്റ്റെം എക്സ്പേർട്ടിനെ കുറിച്ച്, സ്റ്റെം എക്സ്പേർട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ തുടക്കത്തിൽ ഈ ഒരു ഫീൽഡായിരുന്നു, റോബോട്ടിക്സ് ആൻഡ് എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അത് കണക്റ്റഡ് ആവും പെട്ടെന്ന് ആ ഒരു കാര്യങ്ങൾ. അതുപോലെ തന്നെ അടുത്ത ഒരു വർഷം 2 വർഷത്തേക്കുള്ള പ്ലാൻ വരെ തയ്യാറാക്കി മുന്നോട്ട് നിൽക്കുന്ന ആളാണ്. എക്സ് മിലിറ്ററി ആണ് അദ്ദേഹം. ഇതിന് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യനിഷ്ഠമാണ്. അതിൽ വന്ന ചില കമ്മ്യൂണിക്കേഷൻ പാളിച്ചകളാണ് നേരത്തെ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ഓരോ ക്ലയൻസിനായിട്ടും അലോക്കേറ്റ് ചെയ്ത് വരാനുള്ള ഒരു ടൈം ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിഷനും ഞങ്ങളുടെ വിഷനും ഒന്നാണ്. ഇപ്പോൾ ഞങ്ങൾ ഓരോ ക്ലയൻസിനെയും കാണുന്നത് അവരുടെ വിഷന് ഞങ്ങളുടെ വിഷനും കൂടെ ആകുമ്പോഴാണ് ആ പ്രൊഡക്റ്റ് ഏറ്റവും സക്സസ്സിലേക്ക് എത്തുന്നത്. ഇപ്പോൾ 2 വർഷത്തിലേക്കുള്ള വലിയൊരു പ്ലാന് ഗ്ലോബൽ ജൈടെക്സിൽ ഇവർ ലാസ്റ്റ് ദുബായിലെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പുതിയ ടെക്നോളജികളുടെ എക്സിബിഷൻ സെൻ്റർ ആണ്, ഒരു ഇവൻ്റാണ് ജൈടെക്സ് ഗ്ലോബൽ. അതിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് പോയ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീക്കിൽ. അത് വളരെയധികം സന്തോഷം നൽകുന്നതാണ്.